നമസ്കാരം, ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നമ്മുടെ വീടുകളിലുള്ള പ്രായമുള്ള ആളുകളിൽ പെട്ടെന്നുണ്ടാകുന്ന പെരുമാറ്റം അല്ലെങ്കിൽ സംസാരത്തിലുണ്ടാകുന്ന വ്യത്യാസം? അത് ചിലപ്പോൾ ഡെലീരിയം എന്ന് പറയുന്നൊരവസ്ഥയാകാം. അപ്പോൾ ഡെലീരിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിട്ടുണ്ടാവുക. പെട്ടെന്നെന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ കൊണ്ടുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു മാറ്റമാണ്. ഈ അവസ്ഥ, അതിൻ്റെ കാരണം മിക്കവാറും ഒരു മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ കാരണമായിരിക്കും. അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൺഫ്യൂഷൻ, അതായത് നമ്മുടെ ഈ ചിന്തകളും സംസാരവും തമ്മിലുള്ള ഒരു കൊഹറൻ്റ് ആയിട്ടുള്ള, അതായത് ക്രമാനുഗതമായിട്ടുള്ള ഒരു ആ പോക്ക് കറക്റ്റ് അല്ല എങ്കിൽ കൺഫ്യൂഷൻ ആകും. രണ്ടാമതുള്ളതാണ് ഡിസോറിയൻറ്റേഷൻ. ഡിസോറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലവും കാലവും തമ്മിലുള്ള ആ ഒരു കണക്ഷനൊക്കെ ഇല്ലാതാവുക, സ്ഥലകാല ബോധമില്ലായ്മ എന്ന് പറയും. പിന്നെ അജിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വയലൻ്റ് ആവുക, അല്ലെങ്കിൽ ഭയങ്കര അക്രമകാരിയായിട്ടുള്ള രീതിയിൽ അങ്ങനെ ആവുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അജിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഉണ്ടാകുന്നതാണ് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അവർ കാണും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഒരു മൃഗങ്ങൾ, ലില്ലിപുട്ടിയൻ ആനിമൽസ് എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് മരിച്ചുപോയ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നു, അവർ നമ്മളോട് സംസാരിക്കുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. അതിൻ്റെ ഈ ഡെലീരിയത്തിൻ്റെ മെയിൻ കാരണം എന്തൊക്കെയാണെന്നറിയോ? കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 4-5 കാരണങ്ങളാണ്. ഒന്ന് മെറ്റബോളിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷുഗർ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, പിന്നെ ഈ ക്രിയാറ്റിനിൻ, പിന്നെ ലിവർ സംബന്ധമായിട്ടുള്ള അമോണിയ തുടങ്ങിയ സംഭവങ്ങളുടെയൊക്കെ വേരിയേഷൻ കാരണം കൊണ്ട് മെറ്റബോളിക് ഡിറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാകാം. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞാൽ മരുന്നുകൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ്. അപ്പം സബ്സ്റ്റൻസിൻ്റെ അബ്യൂസ് കൊണ്ടോ വിത്ഡ്രോവൽ കൊണ്ടോ, മരുന്നുകളുടെ എഫക്റ്റ് കൊണ്ടോ സൈഡ് എഫക്റ്റ് കൊണ്ടോ ഇങ്ങനെ ഉണ്ടാകാം. പിന്നെയുള്ളതാണ് ഇൻഫെക്റ്റീവ്, യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടുവരാം, പിന്നെ സ്കിന്നിലെ ഇൻഫെക്ഷൻ കൊണ്ടുവരാം, സെല്ലുലൈറ്റിസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ പിന്നെ ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ കൊണ്ടും ഇതുപോലത്തെ പ്രശ്നം വരാം. പിന്നെയുള്ള സ്ട്രക്ചറൽ, അതായത് തലച്ചോറിൻ്റെ അകത്തുള്ള സ്ട്രോക്ക്, ഫിറ്റ്സ് തുടങ്ങിയ അവസ്ഥകൾ കാരണം കൊണ്ട് ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടാകാം. പിന്നെയുള്ളതാണ് നമ്മുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ്, അതായത് ചില സർജറികൾ, അതായത് കാർഡിയാക് സർജറി, കാറ്ററാക്ട് സർജറി, യൂറോളജിക്കൽ സർജറി, ഇതിൻ്റെയൊക്കെ കാരണം അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഒരു പെരുമാറ്റ വ്യത്യാസവും ഡെലീരിയവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്? ഇതിൻ്റെ കാരണം കണ്ടെത്തി അത് ചികിത്സിക്കുന്നു. പിന്നെ രോഗലക്ഷണങ്ങൾ, അങ്ങനെ സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് കൊടുക്കുന്നു. അതുകൂടാതെ നമ്മൾ ഇങ്ങനെ ഓവർ സ്റ്റിമുലേഷനും അണ്ടർ സ്റ്റിമുലേഷനും പ്രിവെൻറ്റ് ചെയ്യുന്നു.